നിങ്ങൾ എല്ലാവരും ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വാ. പപ്പയോട് നിങ്ങൾ എല്ലാവരും പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ടിയിരുന്നില്ല. മോളിപ്പോ എന്താ ചെയ്യുന്നത്? അങ്ങനെ ഇന്നതേ ചെയ്യൂന്നൊന്നുമില്ല. അപ്പ തോന്നുന്നത് അപ്പ അങ്ങോട്ട് ചെയ്യും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ ഒന്നും ചെയ്യുന്നില്ല. ആനന്ദേട്ടനെ പോലെ തന്നെ. എടാ ടോണി, നിനക്ക് ചേർന്ന പെൺകുട്ടി. ആനന്ദ്, പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. യെസ്, ഐ എം വെരി മൈൻഡിങ്. അല്ല, സാറ ചേച്ചിയും പാറ ചേച്ചിയും പാറ ചേച്ചി എന്തേ? സാറ കോഫി ഷോപ്പിലാ. പാറ ജിമ്മിലും അല്ല, പാറു ജിമ്മിലും. ആനന്ദേട്ട പറഞ്ഞതുപോലെ ഒന്നല്ല, സുന്ദരിയാ പാറ ചേച്ചി. ആനന്ദേട്ടൻ എന്താ പറഞ്ഞേ? പണി കിട്ടി. എല്ലും തോലും പിടിച്ച ഒരു ജിമ്മുകാരിന്ന്. അയ്യോ, ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ പറഞ്ഞേ? സ്ലിമ്മോട് സ്ലിമ്മും ജിമ്മെന്ന് പറഞ്ഞാൽ ജിമ്മോട് ജിമ്മെന്നാ പറഞ്ഞേ. അല്ലേ ചിഞ്ചു? അത് മാത്രമൊന്നല്ല. മതി റോയിച്ച, കണ്ട അവൻ എന്നെ കുറിച്ച് എന്തൊക്കെയാ പുറത്ത് പറഞ്ഞു നടക്കുന്നേന്ന്. എന്താടാ ആനന്ദ്, എന്താടാ? അയ്യോ റോയിച്ച, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം നീ എന്തോ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ? എടാ ടോണി കപാലിക, നീ എന്നെ ഒറ്റ കൊടുത്തൂലേ. ആ പോട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ആരും പറയണ്ട, കേട്ടല്ലോ? റോഷൻ പറഞ്ഞുകൊണ്ട്. ഇല്ലെങ്കി മോനെ, അല്ലെങ്കിൽ നീ എന്നെ മൂക്കി വലിച്ച് കേറ്റും. ഇല്ലടാ, ഞാൻ നിന്നെ പിടിച്ച് സിനിമ കേറ്റാ. ഒന്ന് പോടാ അവിടുന്ന്. ഇവള് അമ്മേ, നേരെ ഒരുപാടേ. ആരാ കൊണ്ടേ ചിഞ്ചുവിന്റെ വീട്ടിലാക്കുന്ന? ആനന്ദ്, നിങ്ങളിൽ ആരാന്ന് പറയ്. ആനന്ദ് ഉണ്ടാക്കാൻ റോയിച്ച. ഇത് ടോണിയുടെ മാത്രം അവകാശം. അപ്പൊ ടോണി കൊണ്ടാക്കും. ടോണിമ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്കങ്ങ് പറ്റില്ല. ഞാൻ അവസാനമായിട്ട് വിളിക്കാം, എന്റെ കൂടെ വാ. ഇതെന്തോ ഒളിച്ചോടാൻ വിളിക്കാണോ? ഞാൻ വരില്ല. ഏട്ടൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അടുക്കിട്ടോ നിനക്ക്. ഇന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ഞാൻ ഇതിനെ കൊണ്ടുപോയി വിടുന്ന പ്രശ്നമില്ല. ടോണി ചെല്ല്, ചിഞ്ചുവിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അത് ആനന്ദേ, ആ താക്കോലെടുത്ത് കൊടുക്ക്. ചെല്ല്, കൊണ്ടുപോയി വിട്. പിടി. നീ എന്താണ് നിക്ക? വാ, വന്നിട്ട് ആനന്ദേട്ടാ, റോയിച്ച പോട്ടെ. ആ ശരി മോളെ. ശരി പെങ്ങളെ. ഞാനും കൂടി പോവാലോ. എന്റെ ദൈവമേ, നല്ല ചേർച്ച. എന്റെ റോയിച്ച, എന്താ എന്ത് സാധനോടത്? എന്റെ ദേവിയേ. എത്ര ആൾക്കാർക്ക് അതിന്റെ അനുഭവം ഉള്ളതെന്നറിയോ? 4-5 പേർക്ക്. തേങ്ങ. ഇന്ന് അവിടെ ആരും ഇല്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ അവിടെ എന്ത് തിരക്കാന്നറിയോ? എന്താ അയാളുടെ പേര്? ജയദാസൻ സ്വാമി. പേര് കേട്ടറിയാം ഒരു ഫ്രോഡാണെന്ന്. ഒരു ഫ്രോഡും അല്ല. ഇന്ന് നീ പേരുകൾ പറഞ്ഞപ്പോ ഞാൻ പറയാഞ്ഞിട്ടാ. അപ്പോഴേക്കും ആ പെണ്ണ് വന്ന കണ്ടില്ലേ? ഹിന്ദുക്കളുടെ അച്ഛന്മാരുടെ പേരില് രാമവർമ്മയും കൃഷ്ണമൂർത്തിയും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എന്നിൽ അവസാനിക്കുന്ന പേരുകളാ കൂടുതൽ. അതെ, പക്ഷെ എന്റെ അച്ഛന്റെ പേര് ശശി നായർ എന്നായിരുന്നെങ്കിലോ? അപ്പൊ തെറ്റും. അപ്പൊ നിന്റെ സ്വാമി പറയും ഗാരൂടെ മാറിയിരിക്കുകയാണെന്നോ മറ്റോ അങ്ങനത്തെ പറയില്ലേ? എന്നാ ഇതും കൂടെ അറിഞ്ഞോ, ഗാരുഡ അല്ല ആരുടം. എന്താണേലും ഇതൊന്നും അത്ര ശരിയല്ല. ശരിയല്ലാഞ്ഞിട്ടാണോ ഇന്ന് ചിഞ്ചുവിനെ കണ്ടതും അനുവിനെ കാണാതിരുന്നതും? അനുവിനെ കാണാതിരുന്നത് യാദർശ്യം. അപ്പൊ ചിഞ്ചുവിനെ കണ്ടതോ? അത് വിചാരിച്ചു. എന്നാലും എന്റെ സാറേ, ഇവർ രണ്ടുപേരും ഒന്ന് ഒന്നിച്ച് കാണണം. എന്ത് ചേർച്ചയെന്നറിയോ? ഞാനത് മിസ്സാക്കിയല്ലോ. അയ്യോ, കാണാതിരുന്നത് ഭാഗ്യം. കാണണ്ട ആള് ഇവനല്ലേ. ആനന്ദേ വേണ്ട. എടാ, കാര്യമായിട്ട് പറഞ്ഞതാ. നീയോളും ഭയങ്കര ചർച്ചയാ. സത്യം ആണല്ലോ. ഞാൻ മറ്റേ സത്യം പറയട്ടെ. ഏത് സത്യം? മറ്റേ സത്യം. ഏത്? സാറായിട്ടുള്ള സ്വപ്നോ? അയ്യോ, എന്താ പറഞ്ഞ? സാറുടെ സ്വപ്നോ? ഏത് സ്വപ്നം? കേക്കട്ടെ. പറയരുത് ടോണി, പ്ലീസ്. എടാ, നിന്റെ ഏതെങ്കിലും മറ്റേ കാര്യങ്ങൾ വരുമ്പോ ഞാൻ പറയില്ല. തൽക്കാലം നിന്റെ കയ്യില് എന്റെ ഏതെങ്കിലും മറ്റേ കാര്യമൊന്നും സ്റ്റോക്ക് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എന്നാ കേട്ടോ. ഇവൻ സ്വപ്നം കണ്ടുവന്ന് ഇവനും സാറേയും തമ്മിൽ ലപ്പാണം. എടാ ആനന്ദേ, നീയാണ് കൊള്ളാലോ. നീ സത്യത്തിലാര്? ആക്ടർ പ്രേം പ്രകാശോ? ആനന്ദേ, നീ കൊള്ളാലോടാ. അത് പിന്നെ സാമി ലക്കികൾ എവിടെ ഉണ്ട്, അടുത്തെത്തി എന്നൊക്കെ പറഞ്ഞപ്പോ മനസ്സ് കയറി കണ്ട സ്വപ്ന. എനിക്കതിൽ പങ്കൊന്നുമില്ല. പിന്നെ ലക്കികൾ അനു ആവാ. അനു അനു ആരാന്ന്? അയ്യോ, അനുഭവം നല്ല കുട്ടി. അതറിയാം, പക്ഷെ അനു ആരുടെ കുട്ടി? അതാരുടെയോ കുട്ടി. എന്നാ അത് എന്റെ കുട്ടിയാ. പറടാ. അയ്യോ, എന്റെ കുട്ടിയാ, എന്റെ മാത്രം കുട്ടി. ടോണിയുടെ കുട്ടിയാന്ന് പറടാ. ടോണിയുടെ സ്വന്തം കുട്ടിയാന്ന് പറടാ. അയ്യോ, നിന്റെ കുട്ടി, നിന്റെ മാത്രം കുട്ടി. അവള് നിന്റെ ആരാ? എന്റെ സിസ്റ്റർ.
എടാ എന്റെ മാത്രം സിസ്റ്റർ. ഇതാ മറ്റേ ബാക്കി കൊടുക്കടാ. അയ്യോ ദാ.